പനിനീർ റോസസിന്റെയും ക്ലൈംബിംഗ് റോസസിന്റെയും നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അസാധ്യ സ്മെല്ലുള്ള പനിനീർ റോസ് വെറൈറ്റീസും അതുപോലെ തന്നെ നല്ലപോലെ ക്ലൈംബ് ചെയ്ത് ഒരുപാട് പൂക്കൾ തരുന്ന ക്ലൈംബിംഗ് റോസ് വെറൈറ്റീസും നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പുതിയ വെറൈറ്റീസ് എല്ലാം തന്നെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് റോസസ് പൂവിടാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും നമ്മുടെ പുതിയ ഫ്രണ്ട്സിന് വേണ്ടി ഒന്നുകൂടി പറയാം. നമ്മൾ റോസസ് വളർത്തുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന പോലെ വളർത്തുക. രണ്ടാമത്തെ കാര്യം, നല്ലപോലെ വളരാനും ഒരുപാട് പൂക്കൾ ഉണ്ടാവും DAP അല്ലെങ്കിൽ റോസ് മിക്സ് പോലെയുള്ള വളങ്ങൾ കൊടുക്കുക. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്ര വെയിലത്ത് വെച്ചാലും എത്രത്തോളം വളം കൊടുത്താലും നമുക്ക് കീടശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിൽ പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാവില്ല. പുതിയതായി വരുന്ന തളിരുകളും മുട്ടുകളും ഒക്കെ മുരടിച്ചു പോകും കീടശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് പോകാനായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എക്സോഡസ് പോലെയുള്ള നല്ല ഇൻസെക്ടിസൈഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാതരം ചെടികളും ഫെർട്ടിലൈസേഴ്സും മെഡിസിൻസും എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.